ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതേസമയം വയനാട് മാനന്തവാടിയിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളം ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും മറന്നു പോകും. പിന്നെ ഒരാളുടെ മരണശേഷമാണ് വീണ്ടും വിഷയം പൊങ്ങി വരുന്നത്. അതല്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും അത് മുഴുവൻ ചെയ്യും. പിന്നെ ഞങ്ങൾ പറയും, ഈ കർണാടകവും സംസ്ഥാനവും തമ്മിലുള്ള ഇത് അറിയിക്കാനുള്ള അതൊന്നും ശരിയല്ല. കാരണം കർണാടകമാണ് കോളർ വെച്ചിരിക്കുന്നതെങ്കിലും ആ കോളർ ആസാം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കോളറാണ്. ഇവിടെ ജനുവരി 5-ാം തീയതി ഈ ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ കോളറിന്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. കർണാടക ഗവൺമെന്റിനും കേരള വനം വന്യജീവി വകുപ്പിനും ഒരുപോലെയാണ് പാസ്വേഡും ഐഡിയും. അവര് പാസ്വേഡും ഐഡിയും കൊടുത്താൽ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് പോലെ തന്നെ ഈ പാസ്വേഡും ഐഡിയും കൊടുത്താൽ നമുക്ക് സിഗ്നൽ കിട്ടും. പക്ഷെ സിഗ്നലിനുള്ളൊരു കുഴപ്പം, ഇത് സാറ്റലൈറ്റ് വഴിയാണ്. ഈ സിഗ്നൽ, സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി 2-3 മണിക്കൂർ എടുക്കും. ആ 2-3 മണിക്കൂർ എടുക്കുമ്പോഴാണ് ആന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലാതെ കർണാടക ഗവൺമെന്റ് ഇത് കൊടുക്കാനിട്ടല്ല. കർണാടക ഗവൺമെന്റ് ഈ ആനയുടെ കോളറിന്റെ യൂസർ ഐഡിയും പാസ്വേഡും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെറുതെ അത് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കണ്ട. ഇനി അഥവാ ഈ അന്തർ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുകയോ അല്ലെങ്കിൽ വനം മന്ത്രി ബാംഗ്ലൂർ പോവുകയോ ചീഫ് സെക്രട്ടറിയെയും വനം സെക്രട്ടറിയെയും CCF-നെയും കൂടി കർണാടകത്തിൽ വിട്ട്, തൊട്ടടുത്തല്ലേ, വിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് 2 സർക്കാരിലെയും ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചിരുന്ന് ഏതെല്ലാം തരത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എടുക്കണ്ടേ. ഇരകൾ നമ്മളല്ലേ, നമ്മുടെ ആളുകളല്ലേ ഇരകളായി മാറുന്നത്. നമ്മളല്ലേ മുൻകൈയെടുത്ത് അത് ചെയ്യാൻ വേണ്ടി പോണം. ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം. എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാം. ഞങ്ങൾ നിയമസഭയിലും അവർ പോയി ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 2 സർക്കാരും തമ്മിൽ ധാരണ ഉണ്ടാക്കട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല